നമ്മൾ ആദ്യം തുടങ്ങുന്ന നെയ്യാറ്റിൻകരയിലാണ് പോകുന്നത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. വെള്ളം എന്ന് പറഞ്ഞ സാധനം കേട്ടോ. എന്താ വെള്ളം ഇല്ലാത്തത്? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. തമിഴ്നാട് ബിഗ് ബോസ് സക്സസ്ഫുള്ളി നമ്മൾ ചമ്മിയിരിക്കുന്നു. നാണം കിടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടട്ടെ, വൃത്തികെട്ടവൻ. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സഹർത്തെ പന്നി മോന്റെ എന്നെക്കാട്ടും നന്നായിട്ട് 5 രൂപയ്ക്കുമല്ലോ. വിട്ടു പോസാത്താനെ പോസാത്താനെ പിന്നെ വാ. പോസാത്താനെ ഓ സെക്സി ഗേളായല്ലോ. അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്. എനിക്ക് പുലിയെ കാണണം. എവിടെ പുലി? സാമ്പാറോ? എന്താടാ സാമ്പാറല്ലേ? നമുക്കൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. നടത്തം തുടങ്ങിയില്ല. ഇവിടെ ഒരു കപ്പിളേക്കും ജീപ്പ്. എനിക്ക് എന്തോ ഒരു കണ്ണിൽ ബ്ലറൊക്കെ പോലെ. അവ കണ്ണട മാറ്റി ഇല്ല വിഷമട്ടാ. ഓ എന്തുവാ ഇത്? മറ്റേ നമുക്ക് കുഴപ്പമുണ്ടാവോ? എവിടെ കണ്ണ് വിശന്നിട്ട് കണ്ണ്. ഇത് വർക്കല ബീച്ചിൽ നിന്ന് പിടിച്ച മുതലാട്ടോ. 22 വയസ്സായി. 25ആണോ? 25 കൊല്ലായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അത്ര ഇതാണോ പെണ്ണാണോ? അപ്പൊ അതിനോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ ഫൈനലി നമ്മളെ ഫുഡ് കഴിക്കാനുള്ള ഇടത്തിൽ എത്തിക്കുന്നത്. പൊരിച്ച കോഴിന്റെ മണം. ഫൈനലി എനിക്ക് വിശന്നിട്ട് എനിക്കിത് തിന്നാൻ തോന്നുന്നു. ഫുഡ് എങ്ങനെ ഇരിക്കണം? ട്രക്കിങ്ങിന് പോവാണ് പറയുന്നത്. വെരി നൈസ്. കുറെ നാളെ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ട്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കുടുംബസമേതം കൊണ്ട് സബു പോകുന്ന നെയ്യാട്ടം. അങ്ങോട്ട് മാറി ഒരു ഡേ മൊത്തം എല്ലാരോടും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ആനക്കുട്ടികളെയൊക്കെ കാണാൻ. കുട്ടികളല്ല, ആനക്കുട്ടികളെ കാണുമായിരിക്കും. നിങ്ങൾ താഴെ പോവാട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി, നമ്മളെ സ്പെഷ്യൽ വണ്ടിയാണ്. ഇതാണ് നമ്മളുടെ അച്ഛൻ, അമ്മ, എല്ലാരും റെഡിയായി. അങ്കിളും റെഡിയായി. നമ്മള് മാത്രമേ ലൈറ്റ് ആയുള്ളൂ. ഓ വലിയ വണ്ടിയാണ്. എന്താടാ സത്യോ? ഇപ്പൊ 4 കണക്കായി. നമ്മുടെ വണ്ടിക്കാരൻ ചേട്ടൻ നേരത്തെ വന്ന് രാവിലെ ഉറക്കൊഴിച്ച് വന്ന് കേട്ടാ. പുള്ളിക്ക് വിഷമായി തോന്നുന്നു. ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് പേർക്ക് ഭയങ്കര ലാവിഷ്. ഗുഡ് മോർണിംഗ്. ഇതെന്താണ് നമ്മൾക്ക് ഇങ്ങനെ? ഓ പൊളിക്കുന്ന അമ്മ. എടാ എവിടെ ഇരിക്കുവാടാ? നമ്മ 3 ബാക്ക് ബെഞ്ചേഴ്സ് അല്ലേ? എടാ ഇല്ലടാ, ഞാൻ പാട്ട് നിർത്തി. എല്ലാവർക്കും കോമ്പറ്റീഷൻ ആവും.
ഓട്ടം തുള്ളലും പാട്ടൊക്കെ ആയിട്ട്. നമ്മുടെ കഴുത നമ്മളുടെ മെയിൻ പാട്ടുകാരി എത്തിയിട്ടുള്ളൂ, സഞ്ജുകുട്ടി ഫ്രം ലണ്ടൻ. നമ്മൾ ആദ്യം തുടങ്ങുന്ന നെയ്യാറ്റിൻകരയിലാണ് പോകുന്നത്. നമ്മൾ നെയ്യാറ്റിൻകര അല്ല, അത് കറക്റ്റ്. എവിടാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നെയ്യാ ഡാമിൽ പോകും. അവിടെ നിന്ന് നമ്മൾ ആനയെ കാണും. ചോദിച്ചൂടെ അങ്കിളിനോട് ചോദിച്ചാൽ അങ്കിള് ചോദിക്കും വോയിസ് കേട്ടില്ല. അങ്കിളിനോട് ചോദിച്ചാൽ വോയിസ് കേട്ടില്ല. 6 മിനിറ്റിന്റെ ഓടി അയച്ചത്, പക്ഷെ ഞങ്ങള് മൊത്തം കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞങ്ങള് കേൾക്കാത്തത്. പക്ഷെ സത്യം പറഞ്ഞ ഇതല്ലേ രസം. ഇപ്പോഴേ ഇവരോട് പറഞ്ഞ സസ്പെൻസ് കളയൂല നമ്മള്. ഇതൊരു ഭയങ്കര ഓടിക്കൊണ്ടൊക്കെ വണ്ടി. പോണ വഴിക്ക് എല്ലാരും അപ്പൊ ഇവിടെ ബുക്കൊക്കെ ചെയ്യണം. ഇതെന്തെങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം മീൻസ് വാടാ സിറ്റി ബോയ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, സാബു ട്രെയിനിൽ പോകത്തില്ല. ട്രെയിനിൽ പോവില്ല, ബസ് പോവില്ല, അവന് കാറൊക്കെ സിറ്റി ബോയ് ആയോണ്ട്. ഇവൻ ഇനിയിപ്പോ ട്രെയിനില്ലേലും നടന്നു പോകുന്നതിന് അവന് കുഴപ്പമില്ല, എന്നാലും ഇവൻ ഇതിന് കാറില്ല. എടാ അത് ഫോട്ടോഷോപ്പ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ലല്ലോ. അതെ തള്ളനെ ഇവൻ നല്ലോണം വിശ്വസിക്കുന്ന രീതി കള്ളത്തരം പറയാൻ അറിയാം. പ്രോട്ടീൻ കിട്ടിയില്ല ഇന്ന്. സോഫുഡീസിന് ഫുഡില്ല. അവന് ഞങ്ങള് ഫുഡ് കൊടുത്തില്ല. അമ്മേനെ അങ്ങോട്ട് നമ്മൾ പോകുന്നത് നെയ്യാർ ഡാം. ചുമന്ന കണ്ണടയൊക്കെ വെച്ചിട്ട്. ഇല്ല നീ പോയിട്ടില്ലല്ലോ. പെട്ടാ പോയി. ഈ ചെറുപ്പത്തിൽ പോയതല്ലേ? പോയിട്ടില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം പോകുന്ന സ്ഥലമാണ്. നീ എന്താ മറ്റു പോയിട്ടോ? ഞാൻ സ്കൂൾ ചെറുതല്ലേ സ്കൂളിൽ പോയി. പിന്നെ സിറ്റി പോയിക്ക് പോവാൻ സമയം കിട്ടിയില്ല. സിറ്റി പോയി ആരാ നമ്മള് നമ്മളെ പാട്ടിടാൻ വേണ്ടിട്ട് സാബു ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിച്ചിട്ടുണ്ടോ ചേട്ടൻ? പാട്ടിടാൻ പോയിട്ട് അവിടെ ഒരു പാട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ട് നിർത്തിച്ച് അങ്ങനെ റോഡൊക്കെ ക്യാപ്ചർ ചെയ്തു. എന്തുവാണ് കാണിക്കുന്നേ? എടാ ടൂർ മാനേജർ അല്ലേ, ഒന്നുമില്ലെങ്കിലും. അല്ലാതെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ വ്ളോഗേഴ്സ് ഒക്കെ ഉണർന്നു. അവിടെ വ്ളോഗേഴ്സ് നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം ദൂരം ഉണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ദൂരം ഉണ്ട് അല്ലേ? മതിയടാ മതി മതി, നിന്നെ ഞാൻ വിശ്വസിക്കില്ലേ. ഓ അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആണ് തോന്നുന്നു. ആ എവിടെ? ആ ഇതെ ഡാം. ഇതാ സീൻ. അയ്യോ എന്റെ ഫോണിൽ എടുക്കണമല്ലോ. ആ പോയാ എന്താണ് നമ്മളെ ഫിഗറോ? അയ്യോ നിർത്തി തന്നിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞ സാധനം കേട്ടോ. എന്താ വെള്ളം ഇല്ലാത്തത്? ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡ്. ഡാമിന് വന്നിട്ട് വെള്ളം കാരണം. അപ്പൊ ഇത് വെള്ളം ഇല്ലാത്ത സ്ഥലം എനിക്കറിയായിരുന്നു. വെള്ളമില്ല. എന്താ ഇവിടെ വെള്ളം ഇല്ലാത്ത? മറ്റേ സൈഡിലല്ലേ കെട്ടി നിർത്തിയിരിക്കല്ലേ വെള്ളം. അത് തുറന്നാല് മഴക്കാലൊക്കെ ആവുമ്പോ തുറന്നു.
ആരോഗ്യമില്ല. ഞാൻ രാവിലെ വട കഴിച്ചില്ല. നോക്കി ഇറങ്ങി വണ്ടി വരണ്ടേ, നോക്കി ഇറങ്ങ. എത്തി ഇവിടെ വണ്ടി നമ്മൾ ഫൈനലി റീച്ച് ആയിട്ടുണ്ട്. വെൽക്കം ടു നെയ്യാർ. എന്താ നെയ്യാർ ഇക്കോ ടൂറിസം. വെൽക്കം ടു നെയ്യാർ ഇക്കോ ടൂറിസം. അണ്ണാച്ചി വളവിട്. ഇത് ഡാമിന്റെ ഒരു അതർ സൈഡാണ്. സാബ് മതിലൊക്കെ ചാടിയാണ്. ഡാമിന്റെ അതർ സൈഡാണ്. ഇപ്പൊ ഇവിടെ വെള്ളമില്ല. എടാ ഞാൻ പറഞ്ഞ റെയിൻബോ ആ വെള്ളം ഇതാവുന്നുണ്ടാ കണ്ടാ? എന്തോ ഒരു തോന്നലുണ്ട്. ഗ്യാസ് അവിടെ ഒരു റെയിൻബോ ഉണ്ട്. പിന്നെ നമുക്ക് ടിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് പ്രവേശനല്ലേ അല്ലേ? ഓ അയ്യോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗിയാണെന്ന്. എന്താണ് പട്ടി? അയ്യോ അത് വരുന്ന നോക്കിയേ. വീട്ടിലാരൊക്കെ ഉണ്ട് മോന്റെ? കോടി പട്ടിന്ന് വാലാട്ടുന്നു. സാബുമാൻ പട്ടിയോട് കാണിക്കുന്ന അനുകമ്പ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. നെയ്യാർ ഡാമിൽ കാണിച്ചത് കണ്ടോ നിങ്ങൾ? എന്താടാ അത്? എന്താ ഒരു ഷേക്കി? എന്താടാ നീ ഇങ്ങനെ? സിനിമ ഷൂട്ട് ചെയ്തിരുന്ന കിട്ടുകയാണെങ്കിൽ എടുത്ത് കാണണം. ഒന്നും ചെയ്യൂല. എന്നാലും ഒരു പേടി. പക്ഷെ അതിന് സ്കിൻ ഇഷ്യൂസ് ഉണ്ട് പാവം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സന്ദർശന സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ഉള്ളിലോട്ട് പോകാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാടാ ഇപ്പോഴാണ് കേറി ഇറങ്ങിയത്? നീ ഉണ്ടായിരുന്നല്ലോ എക്സൈറ്റ്മെന്റിൽ ഇറങ്ങാൻ. മക്കളെ കൊറേ ആൾക്കാർ വരും. തമിഴ്നാട് ബിഗ് ബോസ് അല്ല, കുട്ടികള് തമിഴ്നാട് ആൾക്കാർ. സക്സസ്ഫുള്ളി നമ്മൾ ചമ്മിയിരിക്കുന്നു. ഉദ്ദേശം നമ്മള് മെയിൻ ആയിട്ട് ഇപ്പൊ ചമ്മിയതാണ്. തമിഴ്നാട് കുറെ സ്കൂൾ സ്റ്റുഡൻസ് ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് അവിടെ പോയിട്ട് സാബു മാൻ ഉണ്ട്, ഇതില് സാബു മാൻ ഉണ്ട് എന്നിട്ട് ആരും മൈൻഡ് ആക്കുന്നില്ല. ഞങ്ങളൊന്നും ആരും മൈൻഡ് ആക്കുന്നില്ല. ഞങ്ങൾ 3 ആൾക്കാര് ചമ്മി. അല്ല പക്ഷെ എന്താ കാര്യം? ഇവളുണ്ടായിരുന്നു കൂടെ. കാര്യം പറഞ്ഞ തമിഴ്നാടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തമിഴ്നാട്. മലയാളി ഓഡിയൻസ് ആയിരുന്നെങ്കിൽ ഇപ്പം നൂതല ഫാൻസ് എല്ലാം കൂടെ നമ്മളെ ഞങ്ങളെ മാത്രം പറയുന്നത്. ഞാനുണ്ടായിരുന്നല്ലോ ബിഗ് ബോസില്, നമ്മളെ മാത്രം പറയുവേ. ആ ഒരു ട്രാജഡി ഉണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ടൂറിന്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ആനയൂട്ടും, ആന കാണുക, ആന താമസിക്കുന്ന സ്ഥലത്ത് പോയി കാണുക എന്നുള്ളതായിരുന്നു. നമ്മള് വനത്തിൽ പോയി, വനത്തിനകത്താണ് ഇവിടെ ഇപ്പൊ ആനയെ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ട്രാജഡി എന്ന് പറയുന്നത് ഇന്നലെ ഒരു പാപ്പാന് ഒരു ആന ചവിട്ടി താഴ്ത്തി വെള്ളത്തിനകത്ത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെയും ആളെ വിട്ടില്ല, ഇന്നും ആളെ വിട്ടിട്ടില്ല. നമ്മള് ചീങ്കണ്ണി, പിന്നെ ബോട്ടുണ്ട്. ബോട്ടിൽ നമ്മൾ കറങ്ങുന്നുണ്ട്. കുറച്ച് ഏരിയ കുമ്പിച്ചിപ്പാലം എന്ന് പറയുന്ന ഒരു കുറച്ച് ലെങ്തി ബ്രിഡ്ജ് ഉണ്ട്. അത് നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അഡീഷണൽ ആണത്, നമ്മുടെ പാക്കേജിൽ ഇല്ലാത്തതാണ്. പക്ഷെ നമുക്ക് വേണ്ടി അവർ അത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണാൻ പറ്റും. ക്ലൈമറ്റ് അല്ല ചൂടാ. നിന്നെ കണ്ടില്ലല്ലോ. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആനേനെയൊക്കെ കാണാൻ പറ്റുന്നുള്ള ഒരു ഹോപ്പിൽ വന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മള് എന്താ പറയാ, ആനേനെ കാണാൻ പറ്റിയില്ല. അതാണ് ഇപ്പൊ ഒരു സങ്കടം. ആനേനെ കാണാൻ പറ്റാത്ത. ഓ സെൽഫി. ഓക്കെ. ഓല ഇതിലൂടെ ഇറങ്ങുന്നു, നമ്മൾ ഇതിലൂടെ ഇറങ്ങുന്നു.
ഓ ഫ്രെയിമൊക്കെ നോക്കി ഇങ്ങനെ എടുക്ക തന്നെ അങ്ങോട്ട്. ഹായ്, നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി വ്യൂ. ഇവിടെ ആക്ച്വലി കുറേ ബോട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാനുള്ള രീതിക്കുള്ള ബോട്ടിലായിരിക്കും നമ്മൾ പോവുക. വലിയ ബോട്ടിൽ പോട്ടേലോ, വലുതുണ്ട് പക്ഷെ മേ ബി വലുതിൽ പോവാം. അപ്പൊ ഇങ്ങോട്ടല്ല, നമ്മൾ സെൽഫ് ഹൈഡ്രേറ്റഡ് ആവണം. സംസാരിക്കുമ്പോൾ ഞാൻ പലയിടത്തും ശ്രദ്ധിക്കണേ. എവിടെയും സംസാരിക്കും. ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? വെള്ളം കുടിച്ചു. നൈസ്. നമ്മളിപ്പോൾ അതിലോട്ട് കയറാൻ പോവാണ്. ഞാൻ പറയായിരുന്നു നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. വേണോ? ഫുള്ളി ഹൈഡ്രേഷൻ ആണ് നമ്മളുടെ അജണ്ടയിൽ തന്നെ ഉള്ളത്. ശബു, നീ ഹൈഡ്രേറ്റഡ് ആയോടാ? എല്ലായിടത്തും വെള്ളം കുടിക്കാൻ. അതെ, മമ്മി വിളിക്കുന്നു നമ്മളാ. ഓ ടെക്നിക്ക് തന്നെ. വിട്ട് പോസാത്താനെ പോസാത്താനെ പിന്നെ വാ പോസാത്താനെ. ഓ ഇത് നല്ല രസം തന്നെ. ഞാൻ വെച്ച് വെയിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ദാറ്റ്സ് ഓക്കെ. ഓ സെക്സി ഗേളായല്ലോ. ഇവിടുത്തെ ഞാൻ ഷോർട്സ് എടുത്തുതരാം. ഫുൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ഗേൾ തന്നെ. ഏത് ടാറ്റുവാ? ഇതിപ്പോ ചവിട്ടിട്ടല്ലേ? അതെ കേറ്. ഓ വാവ്. നീ വന്നില്ലേടാ? എടാ ബൈ. അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ 2 hours നമ്മൾ വെള്ളത്തിലാണ്. 2 hours വെള്ളത്തിൽ. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയാൽ നോക്കിയാൽ തമിഴ്നാടാണ് കാണുന്നത്. എന്താണ് അഗസ്ത്യാർകൂടോ? അതെ 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 അതെ. ഒരാള് കിടക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതെ, അത് ദൂരത്തുനിന്ന് കാണുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. ഡാമിൽ നമ്മൾ പ്രധാനമായിട്ടും 4 റിവറാണ്. നെയ്യാറ്, മുല്ലയാറ്, വള്ളിയാറ്, കല്ലാറ്. 4 റിവറും ചേർന്നാണ് ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. ഏതാണ്ട് 9.1 സ്ക്വയർ കിലോമീറ്റർ വെള്ളം ഉണ്ട്. പിന്നെ ഈ വെള്ളം ജലസേചനത്തിന് വേണ്ടിയാണ് ആദ്യം ഡാം പണിയെടുപ്പിച്ചത്. ഇപ്പം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 58-ലാണ് ഡാം കമ്മീഷൻ ചെയ്തത്. അന്ന് ജലസേചനമായിരുന്നു പ്രധാന ഉദ്ദേശം. ഇപ്പം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് അഗസ്ത്യയോടത്താണ് നെയ്യാറ് വരുന്നത്. മറ്റ് റിവറുകൾ മറ്റു പല ഭാഗങ്ങളാണ് വരുന്നത്. നെയ്യാറുണ്ട്, മുല്ലയാറ്, വള്ളിയാറ്, കല്ലാറ്. ഇതാണ് 4 റിവറിൻ്റെ പേര് വരുന്നത്. ഇതെല്ലാം ഈ മലയുടെ ഭാഗത്ത് പല ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ എണ്ണെന്ന് പറയുമ്പോൾ ഏതാണ്ട് 56 കിലോമീറ്റർ ഒഴുകി കടൽ, അറബിക്കടൽ, അതായത് പൂവാറാണ് ഇതിൻ്റെ എൻ്റെ തന്നെ. ഇവിടെ നെയ്യാറെന്ന് അറിയപ്പെടുന്നു, അവിടെ പൂവാറെന്ന് അറിയപ്പെടുന്നു. സെയിം റിവറാണ്. പിന്നെ മാർത്താണ്ഡവർമ്മ രാജാവ് എന്താ? കോട്ടമൺപുറം. നമ്മളെ ഈ വന്ന് സഞ്ചരിച്ച ഭാഗത്ത് കോട്ടമൺപുറം എന്നൊരു ഭാഗമുണ്ട്. അതൊരു ഡാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അവിടുത്തെ പ്രത്യേകത ചരിത്രം പറയുന്നത്, ഈ ഡാം ആവുന്നതിന് മുന്നേ റിവറായിരുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ രാജാവ് വന്ന് അവിടെ താമസിച്ചിരുന്നെന്നും ഒരു മൺകോട്ട ഉണ്ടെന്നും വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. അതാണ് ആ സ്ഥലത്തിന് കോട്ടമൺപുറം എന്ന് പേര് കിട്ടാൻ കാരണം. 868 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അവിടെ ട്രക്കിംഗ് അനുവദനീയമാണ്. ഇപ്പം ജനുവരി ഫെബ്രുവരിയാണ് ഒരു സീസൺ വരുന്നത്. അത് പേപ്പാറ സാങ്ച്വറി വഴിയാണ് അതിന് എൻട്രി വരുന്നത്. ഏതാണ്ട് 21 കിലോമീറ്റർ നടന്നു പോകുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ കേരളത്തിലുള്ള ദൈർഘ്യമേറിയ ട്രക്കിംഗ് ആണ്. ജീപ്പിലല്ല, നമ്മൾ നടന്നിട്ട് പോകും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അഗസ്ത്യയുടെ കാണുന്നത്. അതെ അതെ. 3 ദിവസമാണ് പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യാൻ വരുന്നത്. അതിന്റെ ടിക്കറ്റും എല്ലാം നമ്മളെ ഭയങ്കര കഷ്ടപ്പാട്. അതെ തീർച്ചയായിട്ടും നടന്നു പോകേണ്ട നല്ല നല്ല ഹിൽ ഏരിയ ആണ്. വളരെ മനോഹരമാണ് കാണാൻ. അത് 3 ദിവസത്തെ പാക്കേജാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. തീർച്ചയായും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതെ, ഗൈഡ് ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും. അതെന്താ അവിടെ പോക വരുന്നേ? അത് അവിടെ നമ്മുടെ ഉന്നതി ആദിവാസി മേഖല ആണത്. അതെ അതെ താമസക്കാർ. അവര് സ്കൂളാണ് കാണുന്നത്. ആ ഗ്രീൻ കളറ് അവര് ഇറങ്ങാൻ കഴിയില്ല. അത് ഇറങ്ങാൻ നമുക്ക് ആദിവാസികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് അനുവദനീയമല്ല.
കുമ്പിച്ചി പാലം എന്നാണ് ഇതിന്റെ പേര്. കുമ്പിച്ചി പാലം. വീഡിയോ എടുക്കുന്നത് എനിക്ക് വണ്ടി സാമ്പാടിയർ പോയി ഗൈസ്. എവിടെ? ആ പെട്ടെന്ന് എനിക്ക് പുലിയെ കാണണം. എവിടെ പുലി? സാമ്പാറോ? എന്താടാ സാമ്പാറല്ലേ? സാമ്പാടിയറിനെ അവർ സാമ്പാറാക്കി. ആളുകളെ നോക്കി സാബു മാൻ. ഇത് സാബു അച്ഛൻ. ഗൈസ് നമ്മളങ്ങനെ ക്രോക്കോഡൈൽ ആൻഡ് എന്താ പറയാ ക്രോക്കോഡൈലും അതുപോലെ എന്തായിരുന്നു വേറൊരു സാധനമാണ് മാൻ. ക്രോക്കോഡൈലും മാനിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പാർക്കാണ് ഇവിടെ. പാമ്പും പെരുമ്പാമ്പും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ലൈക്ക് ക്രോക്കോഡൈൽസിനെയും നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതെ ക്രോക്കോഡൈൽ ഡിയർ ആണ് ചേച്ചി ഇവിടെ. നൈസ്. അപ്പൊ ഇവിടെ നമുക്ക് അതാ കാണാൻ പറ്റുന്നത്. ഇവരൊക്കെ അതാ ഇറങ്ങി. നമുക്കൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ ഈ ബോട്ടിലൂടെ. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഇതാണ് സ്ഥലം. ഞങ്ങളെന്നെ അവിടെ കയറണ്ട ബേബി. എന്തും ഇവിടുന്ന് വേണ്ട ബേബി, അല്ലെങ്കിൽ ഞാൻ വിഷന്ന് ചത്തു. വാ ആകെ എനിക്ക് ബേബിന്റെ പ്രതീക്ഷ. ഗൂഗിൾ പേ ഉള്ള ഫോണൊക്കെ വണ്ടിയിലിരിക്കണം. മറ്റേ വണ്ടിയിൽ ഞാനിപ്പോ എന്താ ബേബിനെ വിളിക്കുക ഇവിടെ? എന്റെ ബേബി ഇവിടെ പറ്റു പറഞ്ഞാലാ. ഫൈനലി ഒരു ക്രോക്കോഡൈലിനെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഭയങ്കര രണ്ട് പെണ്ണും ഒരു ആൺ ക്രോക്കോഡൈൽ. പേര് വേണം ഇപ്പൊ പേരിട്ടോ. എന്താ അവിടുന്ന് കാക്ക ഇറച്ചിയൊക്കെ കൊത്തി കഴിക്കുന്നു? ക്രോക്കോഡൈലിന്റെ ഫുഡാ കഴിക്കുന്നത്. അവിടെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതാ കണ്ടോ അനങ്ങുന്നില്ലല്ലോ. ജാടയാന്ന് തോന്നുന്നു. എല്ലാരും കാണാൻ വന്നോണ്ടേ. കഴിക്കുന്നതാണ് സാധനം. ഇത് ചക്കയുടെ ചെറുതാണ്. ഇത് അല്ലക്കുരു എന്ന് പറയും. ചക്കക്കുരു പോലെ. ഇതിപ്പോ ചിലപ്പോ നല്ല വെറൈറ്റി ആയിരിക്കില്ല. ഇത് ആഞ്ഞിലാണ്. ആഞ്ഞിലിന്റെ പഴമാണ് കേട്ടോ. വീഡിയോ എടുക്കണമെങ്കിൽ അയണിച്ചക്ക എന്ന് പറയും. വെള്ളം എടുത്തില്ല. ഒരു വെള്ളം തന്നെയല്ലോ എടുക്കണ്ട ഇവര്. അങ്ങോട്ടാണോ? ചേട്ടാ എന്നെ കൊണ്ടുപോകും. ഒരാളെ കേട്ടത്. പിന്നെ അങ്കിളൊക്കെ കേറി. അപ്പള് ഞാൻ നടത്തം തുടങ്ങിയില്ല. ഇവിടെ ഒരാൾക്ക് അപ്പളേക്കും ജീപ്പ്. എനിക്ക് എന്തോ ഒരു കണ്ണിൽ ബ്ലറൊക്കെ പോലെ. അവ കണ്ണട മാറ്റി. ഇല്ല വിശന്നിട്ടാ കഴിച്ചു. പക്ഷെ കഴിക്കാതെ വിട്ടാ മതി. വിശന്നിട്ടാ. ഓ എന്തുവാ ഇത്? മറ്റേ നമുക്ക് കുഴപ്പമുണ്ടാവോ? പോലെ കൊള്ളൂലേ? എന്നാ വേണ്ട. നല്ല വെയിലാണ്. സമയം 12:30. ഇനി ചെല്ലുമ്പോ ആധാർ കാർഡിലെ പോലെ ഇരിക്കും. എടാ അറ്റം വരെ വീടാ. മര്യാദക്ക് ഞാൻ അവിടെ ഇരിക്കാൻ നോക്കിയത്. മോളങ്ങനെ വെറുതെ വിടൂല. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല വെയിലാണെന്ന് തോന്നുന്നുണ്ട്. ഈ ചേട്ടൻ മാനിന് തീറ്റ എടുക്കാൻ വന്നോ? എല്ലാം ഉണ്ട്. കഴിച്ചാലോ? ഇഷ്ടല്ല മാനിനെ കാണാൻ പറ്റില്ല. സാബു മാൻ. ബേബിയെ ഇവിടെ വന്നു. ഇവിടെ തണല. ഇപ്പൊ വീഴേണ്ട. നോക്കിയെടുക്ക്. ഇവിടെ കൊറേ മാനുണ്ടെന്നാണ് ഈ ചേച്ചി നമ്മളോട് പറഞ്ഞത്.
പിന്നെ കുഞ്ഞുങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കൂടെ കുറെ പേരുണ്ട്. പക്ഷെ സമയം ഇപ്പൊ ആയില്ലല്ലോ, വെറുതെ അവിടെ ഇരുന്നാ മതിയായിരുന്നു. വെയിലായോണ്ട് ഒരെണ്ണത്തിനെ കാണാൻ വിളിച്ചു പറ്റുന്നില്ല. വരുത്തി. പിന്നെ ഒരെണ്ണത്തിന് നമ്മൾ ആറ്റുനോറ്റ് എന്ത് ചെയ്യാ, കൊറേ മാനുകളുള്ള സ്ഥലം കാണാൻ പറ്റിയല്ലോ എന്തായാലും. ഇവിടെ ഒരു നമുക്കിപ്പോ ഭാഗ്യം. അതാണ് അതാണ് ആ ഏരിയയില് ഇത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ മാൻ്റെ ഫുഡാണ് ഇവിടെ ഇട്ടേക്കണത്. ഇവിടെ കൊണ്ടുവന്നത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു. ഫൈനലി ഞങ്ങൾ എത്തിട്ടോ. മാനിനെ കാണാൻ പറ്റിയില്ല, അതിന്റെ വിഷമമുണ്ട്. ആനേനെയും നമ്മൾ കണ്ടില്ല. ഓക്കെ അല്ലേ? പിന്നെ ഫുഡും കഴിക്കണം. ഞങ്ങളാകെ ഒടിഞ്ഞു പോയി. എല്ലാരും വയറ്റില് പാമ്പം തുറക്കുന്നു. അങ്ങോട്ട് വരെ ചീങ്കണ്ണി, അതായത് ക്രോക്കോഡൈൽ അല്ലേ? ക്രോക്കോഡൈലും അതുപോലെ പാമ്പും ഉണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ പോവാണ്. അവിടെ ചെന്നിട്ട് വിവരം കണ്ടു. ആ പെരുമ്പാമ്പ് അല്ലേ? പെരുമ്പാമ്പ് കിങ് കോബ്ര അല്ല. എനിക്കാന്ന് വലിയ ധാരണ. അത് രാജവെമ്പാലല്ലേ കിങ് കോബ്ര? എന്താ പാവം കുട്ടികള്. എവിടെ കണ്ണ് വിശന്നിട്ട് കണ്ണ് ഷെഡ് ചെയ്യുന്നുണ്ട്. ഓ ഈ കോഴീനെ എവിടെ കോഴി? അതാണ് ഫുഡ്. ഓ ഷെറ്റ്, നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്തെങ്കിലും നടക്കുന്ന. ഇത് വർക്കല ബീച്ചിൽ നിന്ന് പിടിച്ച മുതലാട്ടോ. 22 വയസ്സായി. 25ആണോ? 25 കൊല്ലായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അത്ര ഇതാണോ പെണ്ണാണോ? അപ്പൊ അതിനോട് ചോദിക്കേണ്ടി വരും. എനിക്ക് വിശക്കുന്നു വയ്യാന്നൊക്കെ എനിക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എന്റെ മുഖത്ത്. നല്ല വറുത്ത മീനിന്റെ മണം. വറുത്തെന്നൊന്നും ഞാൻ പറയില്ല, പൊരിച്ചത്. ഇവിടെ എത്തിയപ്പോ എന്റെ സ്ലാങ് ഒക്കെ മാറിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മളെ ഫുഡ് കഴിക്കാനുള്ള ഇടത്തിൽ എത്തിക്കുന്നത്. ഓ പൊരിച്ച കോഴിന്റെ മണം. പൊരിച്ച കോഴിന്റെ മണം. ഫൈനലി എനിക്ക് വിശന്നിട്ട് എനിക്കിത് തിന്നാൻ തോന്നുന്നു. എന്താ ചെയ്യാ? ഓ ഇരുന്നാലോ? സത്യം ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി. ഇത് ബീഫ് റോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത്. നമ്മള് ചോറ് കഴിക്കാൻ എത്തി. ഇവരെല്ലാരും ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചേട്ടൻ ബീബി കാണുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ നമ്മുടെ വലിയ ഫാനാണെന്നൊക്കെ പറയുന്നത്. നമ്മളെയൊക്കെ അറിയുവേ. ഇവിടെതാ വിശന്നിട്ട് ഫുഡ് ആ ചേട്ടനാട്ടോ നമ്മൾ അറിയും പറഞ്ഞത്. എങ്ങനെയുണ്ടോ? ഞങ്ങൾ കഴിക്കട്ടെ, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. തീർന്ന ഹായ് സ്ലാക്കോ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയിട്ട് അതാണ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഇനിയിപ്പോ ഒരു ജീപ്പ് സഫാരി ഉണ്ട്, ജീപ്പ് ട്രക്കിംഗ്. ജിമ്മില്ല മോനെ. ട്രക്കിങ്ങിന് പോവാണ് പറയുന്നത്. പോയിട്ട് നമ്മൾ പറയാം കണ്ടറിയാം. നമ്മളവിടെ കുലുങ്ങിയൊക്കെ എത്തിയാൽ ഓഫ് റോഡിലൂടെ. അതല്ല അത് പേടിക്കണ്ട.
ഇതാണ് നമ്മളെ സ്ഥലം. നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എത്തിയുള്ളൂ. ആ വെരി നൈസ്. കുറെ നാളെ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ട്. വീടിവിടെ പണ്ട് നമ്മള് ഈ 2 വീലറിനായി ഓർമ്മയില്ലേ? നല്ല സ്ഥലം കേട്ടാ. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇത്ര നല്ല സ്ഥലങ്ങളുണ്ട് അറിയില്ലായിരുന്നു.